പത്മഭൂഷൺ വല്ല വിലയുണ്ട? അത് കാശ് കൊടുത്താൽ കിട്ടുന്ന സാമാനമായിട്ട് മാറിയില്ലേ? നമസ്കാരം. ഇന്ത്യയിലെ മൂന്നാമത്തെ ഏറ്റവും ഉയർന്ന സിവിലിയൻ അവാർഡാണ് പത്മഭൂഷൺ. കല, സാഹിത്യം, ശാസ്ത്രം, വൈദ്യം, പൊതുസേവനം ഈ മേഖലകളിലെല്ലാം രാഷ്ട്രത്തിന് ഉന്നതമായിട്ടുള്ള സേവനം നൽകുന്നതിനുള്ള അംഗീകാരമായിട്ടാണ് ഇന്ത്യ ഗവൺമെൻറ്, ഭാരത സർക്കാർ ഈ പത്മഭൂഷൺ നൽകി ആദരിക്കുന്നത്. അത് ആർക്കൊക്കെ കൊടുക്കണം, എന്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കണം എന്ന ഒരു ചോദ്യത്തിലേക്ക് എന്നെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. വെള്ളാപ്പള്ളി നടേശൻ വർഷങ്ങൾക്ക് മുമ്പ് ഈ പത്മഭൂഷൺ അവാർഡിനെ പറ്റി പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടതാണ്. ഈ ഒരു അവാർഡിന് വേണ്ടി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ പോലും ഇത് കൈപ്പറ്റരുതേ അദ്ദേഹം എന്ന് പ്രാർത്ഥിച്ച ആളാണ് ഞാൻ. കാരണം അതിനുള്ള യാതൊരു അർഹതയും പുള്ളിക്കാരനില്ല. അദ്ദേഹം അന്ന് പറഞ്ഞത്, ആർക്ക് വേണം ഈ പത്മഭൂഷൺ അവാർഡൊക്കെ? ആ സാമാനമൊക്കെ ആർക്ക് വേണം? ഏത് പട്ടിക്ക് വേണം? പൈസ കൊടുത്ത് കണ്ടവന്മാർ വാങ്ങിക്കുന്ന അവാർഡല്ലേ അതൊക്കെ. ഞാൻ ഇന്നേ വരെ ഒരു അവാർഡും വാങ്ങിച്ചിട്ടില്ലല്ലോ, എനിക്കതിൻ്റെ ആവശ്യമില്ല, തന്നാലും ഇനി ഞാൻ മേടിക്കുകയല്ല എന്ന് അന്ന് ഞെളിഞ്ഞിരുന്നുകൊണ്ട് പറഞ്ഞ ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. അതൊക്കെ അന്തമുണ്ടായിരുന്നു, കാലം ഉണ്ടായിരുന്നു. പത്മഭൂഷൺ ഏത് പട്ടിക്ക് വേണം? ആ ആള് ഒരു ഉളുപ്പുമില്ലാതെ ഇന്നലെ പത്മഭൂഷൺ ഏറ്റുവാങ്ങുന്ന ആ ഒരു രംഗം കണ്ട് മനസ്സ് തകർന്നു പോയി കേട്ടോ. വല്ലാത്തൊരു ദേഷ്യമോ വല്ലാത്തൊരു പുച്ഛവും ഒക്കെ നിറഞ്ഞ ഒരു വികാരമായിരുന്നു അയാളോട് എനിക്ക് തോന്നിയത്. മമ്മൂട്ടി ഉൾപ്പെടെ ഉള്ള ആളുകൾ പത്മഭൂഷൺ അതിൻ്റെ അങ്ങേയറ്റത്തെ ബഹുമാനത്തോടു കൂടി അവരത് ഏറ്റുവാങ്ങി. അവരൊക്കെ അർഹിക്കുന്ന ആളുകളാണ്. ഇങ്ങേര് എന്ത് മികച്ച ഉന്നതമായ സേവനമാണ് രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല. SNDP എന്താണ്? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ശ്രീനാരായണ ധർമ്മത്തെ ഏത് രീതിയിൽ പരിപാലിച്ചിട്ടുണ്ട്? ഏത് ശ്രീനാരായണ ധർമ്മത്തെയാണ് ഇയാൾ പരിപാലിച്ചിട്ടുള്ളത്? അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഒന്ന് കണക്കിലെടുക്കണ്ടേ? ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരുന്നുകൊണ്ട് ഇയാൾ പറഞ്ഞത് UDF 100 സീറ്റ് നേടിയാൽ ഞാൻ ആ സ്ഥാനം SNDPയിലെ പദവിയൊക്കെ രാജിവെക്കുമെന്നാണ്. എന്നിട്ട് അദ്ദേഹം പിന്നീട് ആ വാക്ക് മാറ്റി പറഞ്ഞത് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നതാണ്. പറഞ്ഞ വാക്കിന് വിലയില്ലാത്ത ആളാണ്. സാഹചര്യത്തിനനുസരിച്ച് കാലുമാറുന്ന ആളാണ്. ഒരു നിലപാടില്ലാത്ത ആളാണ്. SNDPയുടെ പേരും വെച്ച് കുടുംബത്തിന് കുറെ നേട്ടം ഉണ്ടാക്കിയെന്നല്ലാതെ ഈ വരുന്ന ഈ ഈഴവർക്ക് എങ്കിലും ഏത് തരത്തിലാണ് ഇദ്ദേഹത്തെ കൊണ്ട് പ്രയോജനമുണ്ടായത്? അല്ലെങ്കിൽ നല്ല സാമ്പത്തിക ശേഷിയുള്ള സ്വാധീനമുള്ള ആളുകൾക്കൊക്കെ ഇയാളെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ലഭിച്ചിട്ടുണ്ടാകും. ഇയാൾക്ക് വേണ്ടി ജയ് വിളിച്ച് നടക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടിക്കാണും. അല്ലാതെ ആർക്കാണ് ഉണ്ടായിട്ടുള്ളത്? എൻ്റെ അറിവിലുണ്ടായിട്ടില്ല. ഞാൻ തിരിച്ചു വരികയാണ് ആ പോയിന്റിലേക്ക്. ശ്രീനാരായണ ധർമ്മങ്ങൾ പോട്ടെ, വാദിക്കാനും ജയിക്കാനുമുള്ളതല്ല ജീവിതം, അറിയാനും അറിയിക്കാനുമുള്ളതാണ് എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. ഇയാൾക്ക് ഈ വാദപ്രതിവാദങ്ങളല്ലാതെ എന്തെങ്കിലും അറിയാനോ അറിയിക്കാനോ ഇയാൾ ശ്രമിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും സമയത്ത് മാറി നിന്ന് കൊഞ്ഞനം കുത്താനും ഒന്നും വേണ്ട, നേരെ ചൊവ്വേ 2 വർത്തമാനം പറയാൻ അറിയാവോ? എത്ര വൃത്തികെട്ട രീതിയിലാണോ, എത്ര വൃത്തികെട്ട ഭാഷയാണ് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വരെ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ നാടൻ ശൈലി, മറ്റേ MM മണിയുടെ കാര്യം പറയുന്നത് പോലെ പുള്ളിക്കാരൻ്റെ ശൈലിയാണ് അതെന്നൊക്കെ പറയാം. പക്ഷേ തോന്നിയാസവും ധിക്കാരവും പറയുന്നത് ശൈലിയാണോ? ഒരിക്കലും അല്ല. പിന്നെ മദ്യത്തിൻ്റെ കാര്യത്തിൽ എന്താണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു നിലപാട്? അതൊന്നും അറിഞ്ഞാൽ കൊള്ളാം. പരസ്യമായിട്ട് പറയണം. മദ്യം വിൽക്കുന്നതിനെക്കുറിച്ചും അത് ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും ഒക്കെയുള്ള വെള്ളാപ്പള്ളി നടേശൻ്റെ നിലപാട് എന്താണെന്ന്. കാരണം ശ്രീനാരായണ ഗുരുദേവൻ മദ്യത്തിന് വളരെ എതിരായിരുന്ന ആളാണ്. അദ്ദേഹം അങ്ങേയറ്റം എതിരായിരുന്നു. മദ്യം ഉണ്ടാക്കുകയും ചെയ്യരുത്, കൊടുക്കുകയും ചെയ്യരുത്, കുടിക്കുകയും ചെയ്യരുതെന്ന് പറഞ്ഞ ആളാണ് ശ്രീനാരായണ ഗുരുദേവൻ. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ നിലപാട് എന്താണ്? അതെല്ലാവർക്കും അറിയാവുന്നതല്ലേ. ജാതി ചോദിക്കരുത്, പറയരുതെന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത്. ജാതി മാത്രം, വർഗീയത മാത്രം, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, ഞങ്ങളാണ് ഇവിടെ കൂടുതൽ, ഞങ്ങളുടെ വോട്ട് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും ആ ജാതിയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത് പരമാവധി മുതലാക്കി ജീവിച്ചു പോകുന്നത് ആരാണ്? വെള്ളാപ്പള്ളി നടേശനാണ്. വെള്ളാപ്പള്ളി നടേശനും കുടുംബവുമാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള പുരസ്കാരങ്ങൾ ഇവർക്കൊക്കെ കൊടുക്കുന്നത്? ഇതിനൊക്കെ വേണ്ടി പരിഗണിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള സൂചകങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം. എന്തൊക്കെയാണ്? ഇതൊന്നും ഇല്ല, ഇവിടൊന്നും അതിനുള്ള അടിസ്ഥാനം ഇല്ലേ? എന്ത് സംഭാവനയാണ് ഇയാൾ കൊടുത്തിട്ടുള്ളതെന്ന് എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. എന്തെങ്കിലുമൊക്കെ സംഭാവനകൾ അറിയാവുന്നവർ വന്ന് കമൻറ്റ് ബോക്സിലൊന്ന് എഴുതണേ. ഒരു നല്ല ബുക്ക് എഴുതി നാട്ടുകാർക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടോ? എഴുതിയാൽ അത് വായിക്കാൻ കൊള്ളാമായിരിക്കും. ഇവരുടെയൊക്കെ ആത്മകഥ പോലും നമുക്ക് വായിക്കാൻ കൊള്ളാമോ? വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സന്ദേശം കൊടുക്കാൻ ഇവർക്കുണ്ടോ? ഇവരുടെ ജീവിതം ഇവരൊരു സന്ദേശമാക്കി കാണിച്ചിട്ടുണ്ടോ? ഇവരുടെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് പ്രാവർത്തികമാക്കാനുണ്ടോ, എടുക്കാനുണ്ടോ, നല്ലതെന്തെങ്കിലും ഉണ്ടോ?
ഇങ്ങനെ ഒരുപാട് അവാർഡുകളുണ്ട്. ഈ ലോക്കൽ അവാർഡുകൾ തുടങ്ങി വലിയ നമ്മുടെ ഭാരത സർക്കാർ കൊടുക്കുന്ന ഇത്തരം വലിയ വലിയ പുരസ്കാരങ്ങൾ വരെ അർഹതയില്ലാത്ത ഒരുപാട് പേർ കൈപ്പറ്റുന്നുണ്ട്. അതേസമയം അർഹതയുള്ള ഒരുപാട് പേർ തഴയപ്പെടുന്നുമുണ്ട്. ഇപ്പൊ പല മേഖലകളിലായിട്ട് ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ സേവനങ്ങൾ, മഹത്തായ സേവനങ്ങൾ സമൂഹത്തിന് വേണ്ടി കൊടുക്കുന്ന എത്രയോ പേരുണ്ട്. ഒരുവിധപ്പെട്ടവരെയൊക്കെ നമ്മുടെ ഭാരത സർക്കാർ അംഗീകരിക്കുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഒരുപാട് പേർ അംഗീകരിക്കപ്പെടാതെ അല്ലെങ്കിൽ ഈ അംഗീകാരം ഒന്നും ആഗ്രഹിക്കാതെ മാറി നിൽക്കുന്നുണ്ട്. പക്ഷെ അവരെയൊക്കെ കൂടെ നാട്ടുകാരറിയണം, ലോകം അറിയണം. കുറഞ്ഞ പക്ഷം ഇന്ത്യയിലുള്ള ജനങ്ങളെങ്കിലും അറിയണം ഇന്ത്യയിലുള്ള ആളുകൾക്ക് വേണ്ടി അവരിങ്ങനെയുള്ള സംഭാവനകൾ കൊടുക്കുന്നുണ്ട് എന്ന്. അപ്പൊ ഇയാള് ഒരു പട്ടിക്കും വേണ്ടാത്തതാണ്. ഇതുപോലെ പത്മഭൂഷണെ ഇത്രയും ആക്ഷേപിച്ച് സംസാരിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ, ഒരു ഇന്ത്യൻ പൗരൻ വേറെ ഉണ്ടാവുമോ? എന്നിട്ട് ഇയാൾക്ക് ഇത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇതൊന്നും അറിയാതെയാണോ ഇതിന് കൊടുത്തതെന്നും അറിയില്ല. അറ്റ്ലീസ്റ്റ് മലയാളികളെങ്കിലും ഇതിനെ എതിർക്കേണ്ടതല്ലേ, ഇതിൽ പ്രതിഷേധിക്കേണ്ടതല്ലേ? ഇദ്ദേഹത്തിന് ഇത് കിട്ടുമ്പോൾ ആ ഫോട്ടോ എടുത്ത് അത് ആഘോഷിക്കാൻ വേണ്ടി നടക്കുകയാണ്. സാഹചര്യത്തിനനുസരിച്ച് നിൽക്കുന്നവരാണ് മലയാളികൾ. ഒരാൾക്കൊരു നേട്ടം ഉണ്ടാകുമ്പോൾ അയാളുടെ കൂടെ നിൽക്കും, ഒരു തകർച്ച ഉണ്ടാകുമ്പോൾ മാറി നിന്ന് കുറ്റം പറയും. പക്ഷെ അയാൾ മോശക്കാരനാണെങ്കിൽ അയാൾക്ക് എല്ലാമുള്ള സമയത്താണെങ്കിലും അയാളെ എതിർക്കാൻ ഒരു കരുത്ത് നമുക്കുണ്ടായിരിക്കണം. പണക്കാരന്മാർ എത്ര മോശം കാണിച്ചാലും അവരുടെ കൂടെ കൂടി നിന്നങ്ങ് സംസാരിച്ചോളും. കാരണം എന്തെങ്കിലും നമ്മുടെ ചുണ്ടേ തേക്കാനും കിട്ടുമല്ലോ. അവർക്ക് സ്തുതി പാടി കൂടെ നടന്നാൽ, അവരുടെ കാല് നക്കി കൂടെ നടന്നാൽ എന്തെങ്കിലും നക്കാപ്പിച്ച് കിട്ടുമല്ലോ എന്നോർത്ത് അങ്ങനെ പോകുന്ന ആളുകളുമുണ്ട്. ഒരിക്കലും അങ്ങനെ നമ്മുടെ വ്യക്തിത്വം പണയം വെക്കരുത്. ഏതൊരു സാഹചര്യത്തിലും നമ്മൾക്ക് എന്ത് വലിയ ഭീഷണി, എന്ത് വലിയ ബുദ്ധിമുട്ട് നേരിടുന്ന സാഹചര്യത്തിലാണെങ്കിലും പറയാനുള്ളത് മുഖത്ത് നോക്കി പറയാനുള്ള ഒരു കരുത്ത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. അത് നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്താണ് ഈ പത്മഭൂഷൺ വെള്ളാപ്പള്ളി നടേശന് കൊടുത്തതിനെ കുറിച്ച് പറയാനുള്ളത് എന്നറിയാൻ എനിക്കൊരാകാംക്ഷയുണ്ട്. ഇങ്ങേരിത് അർഹിക്കുന്ന ആളാണോ? ഇനി നാട്ടുകാരും അറിയാതെ വലിയ വലിയ സേവനങ്ങൾ രാഷ്ട്രത്തിന് ഇയാൾ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ അറിയാവുന്നവർ കമന്റ് ബോക്സിലൂടെ അതൊന്ന് അറിയിച്ചാൽ നമുക്കെല്ലാവർക്കും ഒന്ന് ഒരു പ്രയോജനപ്പെടുമായിരുന്നു, ഒരറിവാകുമായിരുന്നു. നീ ഇങ്ങേര് പറയുന്നത് പോലെ പൈസ കൊടുത്താണോ ഇങ്ങേര് വാങ്ങിച്ചത് എന്നുകൂടി വ്യക്തമാക്കേണ്ട ഒരു ബാധ്യത ഇങ്ങേർക്കുണ്ട്. കാരണം കാശ് കൊടുത്താൽ ഏതവനും കിട്ടും, ഏത് പട്ടിക്ക് വേണോ എന്നൊക്കെയാണ് ചോദിച്ചത്. അപ്പോൾ ഒരു പട്ടിക്കും വേണ്ടാത്ത സംഗതി ഈ എന്തിന് വാങ്ങിച്ചു എന്നതും ഒരു ചോദ്യമാണ്. അപ്പൊ അതിനൊക്കെ കൂടി മറുപടി പറയേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. എന്ത് ബാധ്യതയല്ലേ? ജനങ്ങളോട് ഓരോ സമയത്തും ഓരോ ഓളത്തിനനുസരിച്ച് താളത്തിനനുസരിച്ച് അങ്ങ് പോകും, എന്തെങ്കിലുമൊക്കെ അങ്ങ് പറയും, അത് കഴിയുമ്പോൾ അങ്ങ് മറക്കും. നിങ്ങളന്ന് അങ്ങനെ പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആരെപ്പ പറഞ്ഞു എന്നങ്ങ് വാ വിളിച്ചാൽ മതിയല്ലോ. തെളിവുകളൊക്കെ മുന്നിൽ നിരത്തിയാൽ നിങ്ങൾ നിങ്ങളുടെ ജോലിക്ക് പോകുന്നു പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ പണി നോക്കുന്ന നാട്ടുകാരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ആക്ഷേപിക്കുന്ന ആളുകളോട്, സംസ്കാരമില്ലാത്ത നിലവാരമില്ലാത്ത ആളുകളോടൊന്നും ഇത് പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. പക്ഷേ എൻ്റെ രാഷ്ട്രത്തിൻ്റെ ഒരു ഉന്നത പുരസ്കാരം ഒരർഹതയും ഇല്ലാത്ത ഒരാൾ കൈനീട്ടി വാങ്ങിക്കുന്നത് കണ്ടപ്പോൾ എനിക്കുണ്ടായ ബുദ്ധിമുട്ട്, എനിക്കുണ്ടായ വൈകാരികതയാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ പ്രകടിപ്പിച്ചത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും, എൻ്റെ പൊന്നു സ്നേഹത്തുമ്പികളെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതിലുള്ള പ്രതികരണം എന്താണെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തൂ.